ഒറ്റയ്ക്കൊക്കെ പോയി കേട്ടല്ലോ, എന്തൊക്കെയുണ്ടായി അവിടെ? മുത്തശ്ശൻ ഇവിടുന്ന് നമ്മുടെ അവിടേക്ക് പോണെന്ന് രോഹിതമ്മാവൻ ടിക്കറ്റൊക്കെ എടുത്തു തന്നു. മുത്തശ്ശനും മുത്തശ്ശനെയും കൂടി ഇവിടുന്ന് കയറി ദുബായിൽ ചെന്നു. അവിടെ അടുത്ത ഫ്ലൈറ്റ് മഴ കാരണം നേരത്തെ പോയില്ല, അതിന്റെ സമയത്ത് തന്നെ ഇത് ചെന്നപ്പോഴേക്കും ആ ഫ്ലൈറ്റ് പോയി. എന്നിട്ട് അവിടെ കിടന്ന് ഒരു ദിവസം അവിടെ കൂടി. പിറ്റേ ദിവസം കാലത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതല്ലേ ദുബായിലെ എയർപോർട്ടിന്റെ അവരുടെ ചെലവില് എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിലാണ് പോയി. അപ്പൊ അവരുടെ ചെലവിൽ അവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ദിവസം പോയി. ചെലവൊക്കെ അവരുടെ. എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് 11 മണിക്ക് അവിടെ നിന്നുള്ള ഫ്ലൈറ്റില് നേരെ പിന്നെ 14 മണിക്കൂറോ 15 മണിക്കൂറോ വേണം. അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ പ്രസവമൊക്കെ കഴിഞ്ഞു. അപ്പോൾ രോഹിതമ്മാവന് 42 ദിവസം ലീവുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞേ, എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോവാണ്ട്. അപ്പൊ എവിടേക്കാ വെച്ചപ്പോ കുട്ടമ്മാമനുണ്ടല്ലോ അവിടെ കാലിഫോർണിയയിലേക്ക് 6 മണിക്കൂർ ഫ്ലൈറ്റിൽ പോണം. അങ്ങോട്ട് 6 മണിക്കൂർ ഇങ്ങോട്ടും. ഒരു 14 ദിവസം അവിടെ ആവാം വന്നു. അപ്പൊ ആദ്യം ഇവിടുന്ന് പോകുമ്പോ തന്നെ മുത്തശ്ശന് കുട്ടമ്മാവന്റെ അവിടെ പോകണമെന്നുണ്ട്. പക്ഷെ അത് ആദ്യം ചെന്ന വഴിക്ക് പറയാൻ പറ്റില്ലല്ലോ. ചെന്ന വഴിക്ക് അത് പറഞ്ഞാൽ രോഹിതമ്മാവൻ വിചാരിക്കേ ഇയാളെന്തിനാണ് കൊണ്ടുവന്നേ, ഇതിനു വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നതെന്ന് തോന്നൂലോ. അത് മിണ്ടിയില്ല. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ഇവിടുന്ന് കയറി, രാത്രി കയറി വെളുപ്പാൻ കാലത്തോ അവിടെ എത്തി. അപ്പോൾ മുത്തശ്ശന്റെ സൂത്രം എങ്ങനെയാ വെച്ചാൽ ഈ ബാഗേജ് കിട്ടുന്ന സ്ഥലം ഉണ്ട്. അപ്പം ബാഗേജ് ഒന്നും മുത്തശ്ശനില്ല വെച്ചാൽ കയ്യിൽ പിടിക്കുന്ന ബാഗേ ഉള്ളൂ. എന്നാലും ബാഗേജ് ഇങ്ങനെ വലിയ പെട്ടിയൊക്കെ വരുന്ന സ്ഥലമുണ്ട്. ഇങ്ങനെ തിരിഞ്ഞിട്ട് അവിടെ ഈ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് വെച്ചാൽ നമ്മളെ സ്വീകരിക്കാൻ വരുന്ന ആൾക്കാർ അവിടെ വരാം. വലിയ കൊച്ചിയിലൊന്നും അത് പറ്റില്ല. കൊച്ചിയിൽ പറ്റും, ഉണ്ട്. എന്തായാലും എല്ലാ സ്ഥലത്തും പറ്റില്ല അത്. അങ്ങനെ കുട്ടമ്മാവൻ അവിടെ വന്നു പോയി. അവിടെ 14 ദിവസം സുഖമായിട്ട് അടിച്ചു പൊളിച്ചു കഴിഞ്ഞു. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് പോന്നു. അപ്പം അതിലും മുമ്പ് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് വേറെ 2 സ്ഥലത്തേക്ക് കൂടി പോകാണ്ടെന്ന്. അപ്പോൾ ചെറുകുന്നത്തെ സതിവപ്പിള് മകൻ അവിടെ ഉണ്ട്, അനിയേട്ടനും അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. അപ്പം അങ്ങോട്ട് പോയി 4 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. ഒരു 3 മണിക്കൂർ ഫ്ലൈറ്റ്. അവിടെ ചെന്നു 4 ദിവസം അവിടെ കൂടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആറ്റുപുറത്തെ മകള് സുജന്റെ അവിടെ പനയിലേക്കാണ് കൊണ്ടുവന്നത്, അനിയില്. അപ്പം അവരുടെ അവിടെ ഇവിടെ മോഹനേട്ടനും ഈ സുജയുടെ അമ്മയും അച്ഛനൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ അവിടെ 4-5 ദിവസം അവിടെ നിന്നാണ് വാഷിങ്ടൺ DC ഒക്കെ കാണാൻ പോയത്. മറ്റേ അവിടെ 4-5 ദിവസം പോയി അവിടെ എല്ലാ സ്ഥലത്തും. അങ്ങനെ തിരിച്ച് ഇത് പോന്നു. അപ്പോൾ ഈ യാത്രയിലിടയ്ക്ക് എന്തുണ്ടായി വെച്ചാലേ രോഹിതമ്മാവൻ പറഞ്ഞു മൊബൈൽ വേണോ ചോദിച്ചു. മൊബൈലുണ്ട്, സിം എൻ്റെ കയ്യിലില്ല. സിം എടുക്കാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അതിന് 3500 റുപ്യ വില, ഇവിടുത്തെ വില കേട്ടോ. അതൊന്നും വേണ്ട. അപ്പം എങ്ങനെയാ പോവുകയെന്ന് ചോദിച്ചു. അതൊക്കെയാണ് പോവാം എന്നിട്ടാണ് ഈ യാത്രയൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് അമേരിക്ക യാത്ര ഉണ്ടായത്. ഒരു എല്ലാ സ്ഥലത്തും കൂടിയിട്ടൊരു മാസം സർക്കിട്ടായിരുന്നു അവിടെ നിന്നിട്ട്. അത് ഗംഭീരായി. ഈ ഇവിടെ എന്താ വാഷിങ്ടണിൽ പോയി ഇറങ്ങിയപ്പോഴേ അവിടെ ശരിക്ക് വലിയ എയർപോർട്ടാണ്. അപ്പോൾ പോയതിൽ വെച്ച് ഏറ്റവും വലിയ എയർപോർട്ട് അതാണോ തോന്നുന്നു, ദുബായ് വരെ കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഈ ബാഗേജ് കിട്ടുന്ന സ്ഥലം ഇങ്ങനെ നോക്കി പോവുകയാണ് മുത്തശ്ശൻ. അപ്പോൾ അങ്ങനെ നോക്കി അങ്ങനെ പോയി. അവസാനം ബാഗേജ് കിട്ടുന്ന സ്ഥലമൊന്നും കാണാനില്ല. അപ്പോൾ ഒരു സായിപ്പ് അവിടെ ഉണ്ടായിരുന്നു. സായിപ്പിനോട് വെച്ച് ഇങ്ങനെ മുത്തശ്ശൻ ഇംഗ്ലീഷൊന്നും കൃത്യം അറിയില്ലല്ലോ. അങ്ങനെ മുറി ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട് പറഞ്ഞു. അപ്പോൾ സായിപ്പിന് മനസ്സിലായി ഇത് എവിടുന്നോ തെണ്ടി തിരിഞ്ഞ് വരുന്ന ഒരാളാണ്, ഇംഗ്ലീഷ് ഒരു വസ്തു അറിയില്ല എന്നൊക്കെ അയാൾക്ക് മനസ്സിലായി. ഇതെല്ലാം വിവരം അയാൾക്ക്. അപ്പോൾ അയാൾ പറഞ്ഞു താഴത്തേക്കൊണ്ട് ഇറങ്ങിയ മെട്രോ വരും, മെട്രോയിൽ കയറി 3-ാമത്തെ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി
അപ്പം അടുത്ത മെട്രോ വന്നിട്ട് അതിൽ കയറി. അപ്പോഴേക്കും ഒരു മദാമോട് ചോദിച്ചു. അറിയില്ലാച്ച തന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് മുത്തശ്ശൻ്റെ പഴയ കാലത്തുള്ള ഒരു വഴിക്ക് അറിയില്ലാച്ച കണ്ടവരോടൊക്കെ ചോദിക്കും. അപ്പോൾ മദാം പറഞ്ഞ നെക്സ്റ്റ് ഇതിലാണ് ഞാനിവിടെ ഇറങ്ങുകയാണ് പറഞ്ഞു. അങ്ങനെ അവിടെ ഇറങ്ങി ഒരു ബാഗേജ് ക്ലെയിം സെൻറ്റർ എന്ന് ഇങ്ങനെ എഴുതി കാണിക്കും. അവിടെ ചെന്ന് അപ്പം നോക്കുമ്പോൾ അവിടെ 50 സ്ഥലമുണ്ട് ഈ ബാഗേജ് കിട്ടുന്ന സ്ഥലം. നല്ലതായിരിക്കും. അപ്പം എങ്ങനെയപ്പോൾ ഇത് കണ്ടെത്തുക ഈ മോനേട്ടനും വിചാരിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ മകള് അമ്മണിയില്ല. അമ്മണി പറഞ്ഞു ആ വരുന്ന ആളല്ലേ ചോദിച്ചു. നോക്കുമ്പോൾ ഞാനൊരു തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ സ്റ്റൈലിൽ ഇങ്ങനെ വരിക. ആ മോനേട്ടൻ കണ്ട വഴിക്ക് തന്നെ സമ്മതിച്ച് താൻ ആ കുന്നംകുളത്ത് ഇങ്ങനെ വട്ടം തിരിയണ പോലെ വരികയുള്ളത്. എങ്ങനെ ചാടി വീണും കൂടെ അങ്ങനെ സുഖമായി. അപ്പോൾ കുട്ടിയോട് ഞാൻ പറഞ്ഞേ, ഈ അമ്മയോട് പറഞ്ഞു. അപ്പം അത് പറഞ്ഞില്ല, ഈ ബാഗേജ് ക്ലെയിം കിട്ടുന്ന അവിടേക്ക് പോകണമെച്ചാൽ മെട്രോയിൽ കയറി വരണമെന്നേ. വല്ലാത്തൊരു ചതിയായി വന്നു. അപ്പം അത് ആദ്യം ഞാൻ മറന്നതാണ് കേട്ടോ. കുഴപ്പമില്ല, ഞാൻ ആ കാര്യം ഇവിടെ തിരിച്ച് ഇവിടെ എത്തി. പറഞ്ഞാൽ അവിടെ സുഖമായിട്ട് ഓടി.